അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം മനുഷ്യന്റെ ഹൃദയത്തെ ഔദാര്യത്തിൻ്റെയും കരുണയുടെയും പാതയിലേക്ക് നയിക്കുന്ന മതമാണ്. കാലിഫോർണിയയിലെ ജയിലിൽ 40 വർഷത്തിലേറെ തടവിൽ കഴിയുന്ന 56 വയസ്സുള്ള ഹംസ എന്ന ബ്ലാക്ക് മുസ്ലിമിന്റെ കഥ ഇസ്ലാമിന്റെ ഈ മഹനീയ മൂല്യങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണമാണ്. 1989 ഇസ്ലാം സ്വീകരിച്ച ഹംസ ജയിലിന്റെ ഇരുണ്ട ചുറ്റുപാടുകളിലും തന്റെ വിശ്വാസത്തിന്റെ വെളിച്ചം കാത്തുസൂക്ഷിച്ചു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് വാർത്തകളിലൂടെ അറിഞ്ഞപ്പോൾ തന്റെ കൈവശമുള്ള ഏക വരുമാനമായ $17.74 ഗാസയിലെ സാധാരണക്കാർക്കായി സംഭാവന ചെയ്തു. ഈ നിസ്വാർത്ഥ പ്രവൃത്തി ഇസ്ലാമിന്റെ ദാനധർമ്മത്തിന്റെയും സഹാനുഭൂതിയുടെയും ആഴമേറിയ പാഠമാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിക്കുന്നത് നിന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും നിന്നെ അല്ലാഹുവിനോട് അടുപ്പിക്കുകയും ചെയ്യും. ഹംസയുടെ പ്രവൃത്തി ഈ വചനത്തിന്റെ ജീവനുള്ള തെളിവാണ്. 16-ാം വയസ്സിൽ അബദ്ധവശാൽ സംഭവിച്ച ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഹംസ ജയിലിൽ തന്റെ ജീവിതം പരിഷ്കരിക്കുകയും ഇസ്ലാമിന്റെ പാതയിലൂടെ നന്മയുടെ മാർഗം കണ്ടെത്തുകയും ചെയ്തു. തന്റെ $17.74 എന്ന തുച്ഛമായ തുക ഗാസയിലെ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വലിയ മാറ്റമുണ്ടാക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു. എന്നിട്ടും തന്റെ കൈവശമുള്ളതെല്ലാം അല്ലാഹുവിന്റെ പാതയിൽ നൽകി സദഖയുടെ യഥാർത്ഥ ആത്മാവിനെ പ്രതിഫലിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, നിന്റെ ദാനം ചെറുതാണെങ്കിലും അത് നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നുവെങ്കിൽ അല്ലാഹു അതിനെ വലുതായി കാണും. ഇസ്ലാം മുസ്ലിംകൾ ഒരു ശരീരത്തിന്റെ ഭാഗങ്ങളെപ്പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഗാസയിലെ സഹോദരങ്ങളുടെ വേദന ഹംസ തന്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടു. ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ലോകത്തിന്റെ മറ്റൊരു കോണിലെ മനുഷ്യരുടെ കഷ്ടപ്പാടുകളോട് അവൻ സഹാനുഭൂതി പ്രകടിപ്പിച്ചു. തന്റെ സുഹൃത്തായ ജസ്റ്റിൻ മഷൂഫ് എന്ന ചലച്ചിത്രകാരന്റെ മുഖേന ഈ സംഭാവന എത്തിച്ചപ്പോൾ ഹംസയുടെ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള ആളുകളെ പ്രചോദിപ്പിച്ചു. മഷൂഫിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വൈറലായപ്പോൾ 32,000-ലധികം പേർ അതിനെ അഭിനന്ദിച്ചു. ഇത് ഇസ്ലാമിന്റെ സന്ദേശമായ നന്മയുടെ പ്രവൃത്തികൾ ലോകത്ത് പടരുന്നത് എങ്ങനെ പ്രചോദനമാകുമെന്ന് കാണിക്കുന്നു. ഹംസയുടെ ഔദാര്യം അവനിലേക്ക് തിരിച്ചെത്തി. മഷൂഫ് ആരംഭിച്ച ഗോഫണ്ട്മി ക്യാമ്പയിനിലൂടെ ഹംസയുടെ പരോൾ ശേഷമുള്ള ജീവിതത്തിനായി $102,000 സമാഹരിക്കപ്പെട്ടു. എന്നാൽ ഹംസയുടെ മനസ്സ് ഇവിടെയും തന്റെ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. തനിക്ക് ആവശ്യമായത് ലഭിച്ചുവെന്നും ബാക്കി ഫണ്ട് ഗാസ, യമൻ, ആഫ്രിക്ക എന്നിവിടങ്ങളിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് നൽകണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. ഈ നിലപാട് ഇസ്ലാമിന്റെ ഇഹ്സാൻ, നന്മയോടെ പ്രവർത്തിക്കൽ എന്ന ആശയത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. മാർച്ചിലെ തന്റെ ശമ്പളവും ഗാസയ്ക്കായി നൽകാൻ ഹംസ തീരുമാനിച്ചു, തന്റെ ജീവിതം ദാനധർമ്മത്തിന്റെ പാതയിൽ സമർപ്പിച്ചുകൊണ്ട്. ഹംസയുടെ കഥ ഇസ്ലാമിന്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കരുണ, ഔദാര്യം, സഹാനുഭൂതി എന്നിവയുടെ പ്രതിഫലനമാണ്. ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് തന്റെ ചെറിയ സംഭാവനയിലൂടെ ലോകത്തിന് മുഴുവൻ പ്രചോദനമായി മാറിയ ഹംസ, നിന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൂ എന്ന ഖുർആൻ വചനത്തിന്റെ ജീവനുള്ള തെളിവാണ്. അവന്റെ പ്രവൃത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരാളുടെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ഇസ്ലാമിന്റെ വെളിച്ചത്തിൽ നന്മയുടെ ഒരു ചെറിയ പ്രവൃത്തി പോലും ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ.